ഇപ്പം ഒരു ടെലഗ്രാം ചാനലിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺടാക്റ്റിൻ്റെ ഒരു QR കോഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ സ്കാൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇപ്പം ഒരു എക്സാമ്പിളിന് എനിക്ക് ഈ ഒരു ഗ്രൂപ്പിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പം ഈ ഒരു ഗ്രൂപ്പിൻ്റെ QR കോഡ് ഇതാണ്. ഇപ്പം ഇത് സ്കാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ ക്യാമറ എടുക്കുക. ക്യാമറ എടുത്തതിന് ശേഷം ജസ്റ്റ് അതിലോട്ട് പോയിന്റ് ചെയ്യുക. ആ ഒരു QR കോഡ് സ്കാൻ ആവുന്നതായിരിക്കും. ഇപ്പം ഇവിടെ ടെലഗ്രാം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ടെലഗ്രാം ചാനലിൽ ഞാൻ എത്തുന്നുണ്ട്. അപ്പം ഇതുപോലെ കോൺടാക്റ്റും നിങ്ങൾക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. പക്ഷെ പലപ്പോഴും ഇതുപോലെ സെപ്പറേറ്റ് ഒരു ഫോണിൽ നമുക്ക് ഇതുപോലെ ഒരു QR കോഡ് കിട്ടിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ നമ്മുടെ തന്നെ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഫോണിലായിരിക്കും ആ ഒരു QR കോഡ് വരിക. അപ്പം ഒരു എക്സാമ്പിളിന് വാട്സപ്പിലാണ് ഈ ഒരു QR കോഡ് വന്നത് എന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ വാട്സപ്പിൽ ഈ ഒരു QR കോഡ് സെൻഡ് ചെയ്യാണ്. ഇപ്പോൾ എനിക്ക് ഇതുപോലെ വാട്സപ്പിൽ ഈ ഒരു QR കോഡ് ലഭിച്ചു. അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ തന്നെ ഫോണിൻ്റെ ക്യാമറ വെച്ചിട്ട് ഇത് സ്കാൻ ചെയ്യാൻ കഴിയില്ല. അപ്പം അങ്ങനത്തെ കേസുകൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് ഗാലറിയിൽ ഓപ്പൺ ചെയ്യുക. അപ്പം വാട്സപ്പിലാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ വ്യൂ ഇൻ ഗാലറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൻ്റെ ഗാലറിയിൽ ഡയറക്റ്റ് പോയിട്ട് അവിടുന്ന് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അവിടുന്ന് നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇവിടെ താഴെ നമുക്ക് ലെങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു QR കോഡ് ഇവിടെ സ്കാൻ ആവുന്നതായിരിക്കും. ഇപ്പം ആ ഒരു QR കോഡിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ വെബ്സൈറ്റ്, കോപ്പി URL ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ മുകളിൽ ആ ഒരു വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാമിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആ ഒരു ചാനലിൽ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അല്ലാന്നുണ്ടെങ്കിൽ കോൺടാക്റ്റിൽ എത്തുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടെലഗ്രാമിൽ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് ആ ഒരു ചാനലിലോട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലോട്ട് അല്ലാന്നുണ്ടെങ്കിൽ കോൺടാക്റ്റിലോട്ട് എത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.